ഇന്നത്തെ വീഡിയോ 4 lakh അണ്ടറിൽ വരുന്ന കുറച്ച് ബൈക്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് 3 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ലക്ഷത്തിന് ഉള്ളിൽ വരുന്ന കുറച്ച് ബൈക്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു 4 lakh അണ്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോട്ടോർസൈക്കിളാണ്. അതുപോലെ തന്നെ നമ്മൾ 2.5 lakh അണ്ടറും 2 lakh അണ്ടറിലും 1.5 lakh അണ്ടറിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെയൊക്കെ ലിങ്ക് ഞാനൊരു ഐ ബട്ടണിൽ കൊടുക്കാം. ഓരോ ബൈക്കിനും കറക്റ്റ് ഓൺ റോഡ് പേസും എഞ്ചിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് KTMൻ്റെ ഡ്യൂക്ക് 250 ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു 250cc ബൈക്കാണ് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 250. മറ്റു പല ബ്രാൻഡും KTMുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഡൊമിനർ 250യിലും പിന്നെ ഹസ്കോർണിയുടെ വിറ്റ്പിലൻ 250യിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 250യുടെ സെയിം എഞ്ചിനാണ്. പുതിയ അപ്ഡേഷനിലാണ് പുതിയ ഡ്യൂക്ക് 250 വന്നിട്ടുള്ളത്. കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ ഒരു സ്പെക്സ് വരുന്നത് 249cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. 31 PS ഓഫ് പവറും 25 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ഒരു UST ഫോർക്ക് ഉണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോണോ ഷോക്കാണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉണ്ട്. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ KTMൻ്റെ ഡ്യൂക്ക് 250യുടെ ഓൺ റോഡ് പ്രൈസ് 3,10,000 രൂപയാണ്. രണ്ടാമത്തെ ബൈക്ക് TVSൻ്റെ RTR 310 ആണ്. അപ്പോൾ ഈ 2023 ഇറങ്ങിയത് വെച്ചിട്ടുള്ള മികച്ച ബൈക്കിലൊന്നാണ് ഈ ഒരു TVSൻ്റെ RTR 310. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. എഞ്ചിൻ നോക്കുവാണെങ്കിൽ നമ്മുടെ TVSൻ്റെ RR 310ലും BMW G310 GSലേക്ക് ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു 310cc എഞ്ചിനാണ്. എഞ്ചിൻ്റെ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഒരു 312cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. മാക്സിമം പവർ 35.6 PS ഓഫ് പവറാണ്. മാക്സിമം ടോർക്ക് 28.7 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു UST ഫോർക്ക് ഉണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ആണ്. ഡുവൽ ചാനൽ ABS ആണ്. ഒരു സ്ലിപ്പർ ക്ലച്ചും കൂടി വരുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫീച്ചേഴ്സ് ഓവർലോഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെയല്ല ഏകദേശം ഒരു 7 lakh അണ്ടറിൽ വരുന്ന ബൈക്കിന് വരെ ഇല്ലാത്ത ഫീച്ചേഴ്സാണ് TVS ഈ ഒരു ബൈക്കിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ട്രാക്ക്, റെയിൻ, സ്പോർട്സ്, അർബൻ മോഡ്. അതുകൂടാണ്ട് സൂപ്പർ മോട്ടോ ABSും കൂടി ഉണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ മീറ്റർ കൺസോളാണ്. പിന്നെ ഡൈനാമിക് LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. റൈഡ് ബൈ വയർ ആണ് ത്രോട്ടിലൊക്കെ. പിന്നെ കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് സീറ്റ് ഹീറ്റ് ചെയ്യാനും പറ്റും, കൂൾ ചെയ്യാനും പറ്റും. പിന്നെ ഒരു TFT മീറ്റർ കൺസോളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, GoPro കണക്ടിവിറ്റി. ഇപ്പം പറയാനാണെങ്കിൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കിങ് ആണ് TVSൻ്റെ RTR 310. സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,10,000 രൂപയാണ്. ഇതുകൂടാണ്ട് കിക്ക് ഷിഫ്റ്ററുള്ള മോഡലിന് 3,33,000 രൂപയും യെല്ലോ കളറുള്ള മോഡലിന് 3,38,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ 3-ലും 4-ലുള്ള ബൈക്ക് ട്രയംഫിൻ്റെ മോട്ടോർസൈക്കിളാണ്. ട്രയംഫിൻ്റെ സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400X ആണ്. ഈ രണ്ട് ബൈക്കിൻ്റെ എഞ്ചിനും ഷാസിയും സിംഗാമൊക്കെ ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നൊരു സ്ക്രാംബ്ലർ മോഡലും ഒന്നൊരു റോഡ് സ്റ്റാർ ടൈപ്പിലുള്ളൊരു മോഡലും കൂടിയാണ്. ഇന്ത്യയിൽ ഈ ഒരു ബൈക്കിൻ്റെ പാർട്ണർ ബജാജ് ആണ്. ബജാജും ട്രയംഫും കൂടി ടൈപ്പിൽ വന്നൊരു മോഡലും കൂടിയാണ്. ട്രയംഫിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് ഈ ഒരു സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400Xും. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ രണ്ട് ബൈക്കിനും സെയിം എഞ്ചിനാണ്. 398cc 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. 40 PS ഓഫ് പവറും 37.5 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ഒരു UST ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെയാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, കിക്ക് ഷിഫ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ബജാജിൻ്റെ ടൈപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബൈക്കിന് ഇന്ത്യയിൽ ഇത്രയും പ്രൈസ് കുറയാനുള്ള ഒരു മെയിൻ കാരണം. സ്പീഡ് 400-നാണ് പ്രൈസ് കുറവ്. 3,13,000 രൂപയാണ്. ഇനി സ്ക്രാംബ്ലർ 400Xന് 3,43,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ 4-ാമത്തെ മോഡൽ ഹാർലി ഡേവിഡ്സൻ്റെ X440 ആണ്. 2023 ലോഞ്ചായ മികച്ച ബൈക്കിലൊന്നാണ് ഈ ഒരു ഹാർലി ഡേവിഡ്സൻ്റെ X440. ഹാർലി ഡേവിഡ്സൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലും കൂടിയാണിത്. അത്യാവശ്യം നല്ല റെസ്പോൺസും നല്ലൊരു സെയിൽസും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രയംഫിൻ്റെ മോട്ടോർസൈക്കിളിനെ കാട്ടിയും സെയിൽസ് ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഒന്ന് ഹാർലി ഡേവിഡ്സൻ്റെ ക്വാളിറ്റിയാണ്. ഹാർലി ഡേവിഡ്സൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു ടൈപ്പാണ്. ഇന്ത്യയിൽ ഈ ഒരു ബൈക്കിന് ഹീറോ ആണ് ടൈപ്പ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറോൻ്റെ എല്ലാ ഷോറൂമിലും ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. വലിയൊരു ബുക്കിംഗ് പീരീഡോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ബൈക്ക് നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും. ഹീറോൻ്റെ ടൈപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബൈക്കിന് ഇന്ത്യയിൽ ഇത്രയും സെയിൽസ് വരാനുള്ള കാരണം. എഞ്ചിൻ്റെ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഒരു 440cc എയർ പ്ലസ് ഓയിൽ കൂളായിട്ടുള്ളൊരു എഞ്ചിനാണ്. 27 PS ഓഫ് പവറും 38 Nm ഓഫ് ടോർക്കാണ്. പവറിനെക്കാട്ടി ടോർക്കാണ് ഈ ഒരു ബൈക്കിന് കൂടുതൽ. 38 Nm ഓഫ് ടോർക്ക് 4000 RPM-ലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു റോഡ് സ്റ്റാർ മോട്ടോർസൈക്കിളിൻ്റെ ഡിസൈനാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെയാണ്. ഫ്രണ്ടിൽ KVBയുടെ ഒരു UST ഫോർക്കാണ്. ബാക്കിൽ ടിൻ ഷോക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3.5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്.
പിന്നെ ഫ്രണ്ടിലൊരു LED ഹെഡ്ലൈറ്റ് ആണ്, റൗണ്ട് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ 3 വേരിയൻറ്റിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഏറ്റവും സ്റ്റാർട്ട് വേരിയൻറ്റിന് 3,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലിസ്റ്റിൽ 5ാമത്തെ ബൈക്ക് നോക്കാം. 5ാമത്തെ ബൈക്ക് നമ്മളെ TVSൻ്റെ RR 300 ആണ്. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സ്പോർട്സ് ടൂറർ കാറ്റഗറി നിൽക്കുന്ന ഒരു ബെസ്റ്റ് ബൈക്കാണ് നമ്മുടെ TVSൻ്റെ RR 300. ലുക്കിലായാലും പെർഫോമൻസിലായാലും ഫീച്ചേഴ്സിലായാലും ഈ ഒരു ബൈക്ക് വളരെ മുമ്പിലാണ്. നമുക്കറിയാം TVS എന്ന ബ്രാൻഡ് ക്വാളിറ്റിക്കും അതുപോലെ തന്നെ ഫീച്ചേഴ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡിംഗ് ആണ്. ഈ ഒരു ബൈക്ക് ഇത്രയും ടോപ്പിലെത്താൻ കാരണം നമ്മുടെ BMW ആയിട്ടുള്ളൊരു കൊളാബറേഷനാണ്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ നമ്മുടെ BMW G310 GSലും G310 RRലൊക്കെ ഉപയോഗിച്ചുള്ള അതേ ഒരു 312cc എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഒരു ഫുൾ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഒരു 312cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. 34 PS ഓഫ് പവറും 27 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഡിസൈൻ്റെ കാര്യത്തിലൊന്നും ഒരു നെഗറ്റീവും പറയാനില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ലുക്കുള്ളൊരു മോഡലും കൂടിയാണ്. ഒരു ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് ടൂറിംഗ് മോഡലാണിത്. ഒരു ഹൈവേ ടൂറിങ്ങിനൊക്കെ പറ്റിയുള്ള ഒരു ബെസ്റ്റ് ബൈക്കാണ്. നല്ലൊരു ടോപ്പ് ആൻഡ് നല്ലൊരു ഇനീഷ്യൽ പവറൊക്കെ ഉണ്ട്. സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു UHT ഫോർക്കാണ്, ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്സിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെയാണ്. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്. 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അർബൻ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്, റെയിൻ ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ഉണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷൻ, TVSൻ്റെ സ്മാർട്ട് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ TVSൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും കാണുന്ന അതേപോലെ തന്നെയാണ്. ഫീച്ചേഴ്സ് എടുത്തു പറയേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാനാണെങ്കിൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിന്. ഇനി പ്രൈസിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,47,000 രൂപയാണ്. ലിസ്റ്റിൽ 6ാമത്തെ മോഡൽ KTMൻ്റെ അഡ്വഞ്ചർ 390X ആണ്. KTMൻ്റെ അഡ്വഞ്ചർ 390ൻ്റെ ഒരു ബേസ് മോഡലാണ് ഈ ഒരു അഡ്വഞ്ചർ 390X എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പിലുള്ള അഡ്വഞ്ചർ 390 വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കട്ടിങ്ങും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കാര്യം, ഈ ഒരു ബൈക്കിന് MRF ടയറാണ് KTM കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മറ്റേ അഡ്വഞ്ചർ ബൈക്കിന് ഒരു മിഷലിൻ്റെ റോഡ് ഫെയർ ടയറാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ബൈക്കിന് ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല, അതുപോലെ തന്നെ കിക്ക് ഷിഫ്റ്ററും വരുന്നില്ല. മറ്റേ ADVക്ക് ഒരു TFT മീറ്റർ കൺസോളാണ്. ഈ ഒരു ബൈക്കിന് ഒരു LCD മീറ്റർ കൺസോളാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേ മോഡലിന് കോർണറിംഗ് ABS ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിന് കോർണറിംഗ് ABS കൊടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബൈക്കിന് ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് KTM കട്ട് ചെയ്തിട്ടുള്ളത്. അഡ്വഞ്ചർ 390 എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തായാലും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം മുമ്പത്തെ അഡ്വഞ്ചർ 390 വെച്ച് നോക്കുമ്പോൾ ഏകദേശം 60,000 രൂപ പ്രൈസ് കുറവാണ് ഈ ഒരു മോഡലിന്. പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫീച്ചേഴ്സ് അവർ ഒഴിവാക്കിയത്. ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഒരു 373cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിൻ തന്നെയാണ്. 43 PS ഓഫ് പവറും 37 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മളെ മറ്റേ അഡ്വഞ്ചർ 390 ഏകദേശം 60,000 രൂപ ഈ ഒരു ബൈക്കിന് കുറവാണ്. 390Xൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,73,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ അവസാനത്തെ ബൈക്ക്, 7ാമത്തെ ബൈക്ക് നമ്മുടെ ഹിമാലയൻ 450 ആണ്. ഈ അടുത്തിടക്കാണ് ഹിമാലയൻ ലോഞ്ച് ചെയ്തത്. നമ്മളെ പഴയ ഹിമാലയൻ പോലെയല്ല, കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഹിമാലയൻ ആണിത്. അതായത് ഡിസൈൻ ആയാലും എഞ്ചിൻ ആയാലും വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 452cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. എഞ്ചിൻ്റെ പവർ വരുന്നത് 40 PS ഓഫ് പവറും 40 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക് വരുന്നുണ്ട്, ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ്. ഷോവയുടെ UHT ഫോർക്കാണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ABS നമുക്ക് ഓഫ് ആക്കാനും പറ്റും, സ്വിച്ചബിൾ ABS ആണ്. ഒരു 4 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷൻ, ഗിയർ പുഷ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ഉണ്ട്. ഫുള്ളി LED സെറ്റപ്പിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആയാലും ബാക്കിലെ ടെയിൽ സെക്ഷൻ ഇൻഡിക്കേറ്റർ വരെ LED ആണ്. പിന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 230 mm ആണ് വരുന്നത്. സീറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുറക്കാനും പറ്റും, കൂട്ടാനും പറ്റും. ഹിമാലയൻ്റെ സ്പെക്സിനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് കളർ വേരിയൻറ്റിൽ ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. കളർ മാറുന്നതിനനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരും. സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3,48,000 രൂപയാണ്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് 3,65,000 രൂപയാണ്. ഈ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ഓരോ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റൊക്കെ മാറുന്നതിനനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരും.